ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മില്ലിലെ കഥയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ജനിച്ചേച്ചിയുടെ ആ ഒരു കഥ ഞാനിപ്പോൾ പറയുകയാണ്. അപ്പം എല്ലാവരും കേൾക്കുക, കേട്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിയർത്ത് കുഴഞ്ഞ് ഞാനും ജനിച്ചേച്ചിയും കുറേ നേരം സോഫയിൽ അങ്ങനെ ഇരുന്നു. ആ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, സമയം ഇത്രയായില്ലേ, എന്തൊക്കെയായാലും ഉണ്ണിച്ചേട്ടൻ വരാൻ സമയമായിട്ടുണ്ട്, അതെന്തായിരിക്കും വരാത്തത് എന്നൊരു ചെറിയൊരു സംശയം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ ജനിച്ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചി, ഉണ്ണിച്ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ, എന്താണ് വരാത്തത്? ഞാനത് ചോദിക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞു കിടക്കുന്ന ജനിച്ചേച്ചി എന്നെ ഒന്ന് നോക്കി ശേഷം പറഞ്ഞു, ആ വരുന്നേ വരട്ടെ, എന്തിനിപ്പം വന്നിട്ട്, ഇവിടെ വല്ല കാര്യമൊന്നുമില്ലല്ലോ എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ചിന്തിച്ചു, എന്തായിരിക്കും അവർ തമ്മിലുള്ള ഒരു പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ ജനിച്ചേച്ചി ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിനക്ക് കുടിക്കാൻ വല്ലതും വേണോ, ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും? അത് കേട്ടപ്പോൾ ഞാൻ ജനിച്ചേച്ചിയെടുത്ത് കാര്യം പറഞ്ഞു, ഞാൻ നേരത്തെ സ്കോഷ് കുടിച്ചത്, ഇനി ജ്യൂസും കൂടെ കുടിക്കണോ? പെട്ടെന്ന് അത് ചോദിച്ച സമയത്ത് ജനിച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊക്കെ ഇച്ചിരി എനർജിയൊക്കെ വെക്കട്ടെ എൻ്റെ പയ്യ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് ജനിച്ചേച്ചി പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെന്താ എനർജി ഇല്ലേ? അത് പറയുമ്പോൾ ജനിച്ചേച്ചി തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അത് കണ്ടറിയാം, ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒവ്വേ എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചേച്ചി ആ ഒരു സോഫയിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് ഞാൻ ജനിച്ചേച്ചി എടുത്ത് പറഞ്ഞു, ആകെപ്പാട് നമ്മൾ കുഴഞ്ഞില്ലേ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ച്. പെട്ടെന്ന് ജനിച്ചേച്ചി മൊത്തത്തിലൊന്ന് നോക്കി, എടാ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, അതുവരെ നീ ഇവിടെ ഇരിക്കേ, നീ ഫ്രഷ് ആവുന്നുണ്ടോ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, എൻ്റെ പൊന്നെ ചേച്ചി, ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനിച്ചി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി. ജനിച്ചേച്ചിയും ഞാനും നല്ല ഫ്രണ്ട്സാണ് എപ്പോഴും, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്രീഡമാണ് ആ ഒരു വീട്ടിലും. ഞാൻ വരുന്ന സമയത്തെല്ലാം ഉണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എപ്പോഴും ജനിച്ചേച്ചിക്ക് ഒരു കമ്പനി തന്നെയാണ് ഞാൻ. ഞാനിരിക്കുന്ന സമയത്ത് തന്നെ ജനിച്ചേച്ചി അശയിൽ തൂക്കിട്ടിരിക്കുന്ന ടവലെടുത്തുണ്ട് നേരെ കുളിമുറിയിലേക്ക് കയറി. ആ സമയം ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ചെറിയൊരു ശബ്ദം. ജനിച്ചേച്ചിയായിരുന്നു, എടാ നീ ഇങ്ങോട്ട് വന്നേ. ആ സമയം ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിൽ അടുത്തേക്ക് പോയി. നീ ആ അലമാരയിൽ ഒരു സോപ്പ് ഇരിപ്പിയുണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആ ഒരു സോപ്പ് എടുത്തുണ്ടെന്ന് ജനിച്ചേച്ചിയുടെ കൈ കൊണ്ടുപോയി കൊടുത്തു. ഞാനത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് തന്നെ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല കുട്ടിയായിട്ട് ദോ ആ സോഫയിൽ പോയിരിക്കുക, വേറെ പുറത്തോട്ടൊന്നും പോകണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി തരാം, അതും കഴിച്ച് പിന്നെ പൊടിച്ച ആ ഒരു പൊടിയും കൊണ്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട് ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ ഞാൻ ആ സോഫയിൽ വന്നിരുന്നു. ജനിച്ചേച്ചി കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ശേഷം പുതിയൊരു യെല്ലോ ചുരിദാർ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നീ നല്ല കുട്ടിയാണല്ലോ, ഞാൻ പറഞ്ഞ കണക്കെല്ലാം അനുസരിച്ചു അല്ലേ? ചേച്ചി അത് വന്ന് പറയുന്ന സമയത്തും ചേച്ചിയുടെ ആ ഒരു ചുരിദാറിനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിടുന്ന സമയത്ത് ചേച്ചി കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ സമയം ഞാൻ തന്നെ ചിന്തിച്ചു, ഈ നാട്ടിലാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ടായിട്ടും ചേച്ചിക്ക് എന്താണ് ഇത്രയും സൗന്ദര്യം കൊടുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി, ചേച്ചിക്കൊരു അട്രാക്റ്റീവ് സൗന്ദര്യം എന്തൊക്കെയാലും ഉണ്ട്. ഞാനങ്ങനെ ചിന്തകളുടെ ലോകത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നും അറിയാതെ തന്നെ ചേച്ചിനോട് ഒന്ന് ഉറക്കെ വിളിച്ചു, എടാ നീ എന്തൊക്കെ ആലോചിച്ചിരിക്കുക, ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് ചേച്ചി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പോകട്ടെ, എന്തൊക്കെയാലും ഇനി അവിടെ തിരക്കുന്നുണ്ടായിരിക്കും, സമയം ഇത്രയായില്ലേ, ഇനിയും കണ്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പം അന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ ചേച്ചി ഒരു പൊട്ടിച്ചിരിയോട് പറഞ്ഞു, നീ എന്താ ഇള്ള കുഞ്ഞു വല്ലാണോ ഇങ്ങനെ നിന്നെ അന്വേഷിച്ച് വരാനായിട്ട്? നീ ഏകദേശം 10-22 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുക്കൻ തന്നെയല്ലേ, അല്ലാതെ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ, സ്കൂൾ കുട്ടികളെ പോലെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, എൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കി, ഇന്നിനായിട്ട് നിന്നെ ആരാ ഇവിടെ അന്വേഷിച്ച് വരുന്നത് ഞാൻ നോക്കട്ടെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടിലായിരിക്കുക, ഏതായാലും നീ ഇവിടെ തന്നെ നിൽക്കി, നിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞോളാം. ജനിച്ചേച്ചി അതും ഇതുമെല്ലാം പറഞ്ഞ് എന്നെയും പിടിച്ച് അവിടെ എത്തി. ശേഷം ചേച്ചി അടുക്കളയിൽ പോയി എന്തൊക്കെയോ
കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും കുക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി എനിക്കൊരു തിടുക്കമുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അവിടേക്ക് ചെന്നു. ശേഷം അവിടെ ചേച്ചി എന്തോ അപ്പവും കാര്യങ്ങളൊക്കെ ചുടുവാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയെടുത്ത് അവിടെ നിന്നു. ചേച്ചി എന്താ ഉണ്ടാക്കുന്നേ? അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി അതിൽ നിന്നും ഒരപ്പം എടുത്ത് എൻ്റെ വായിൽ വെച്ച് തന്നു. എന്നാ കഴിച്ചു നോക്കിയേ, എന്താ ടേസ്റ്റ് ഉണ്ടെന്ന് ഒന്ന് പറയാവോ? ആ ചേച്ചി, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല പാലപ്പം പോലുള്ള സാധനങ്ങൾ. ഇതും പിന്നെ ഇറച്ചിക്കറികൾ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് പറയുന്ന സമയത്ത് ചേച്ചി എന്നെ നോക്കി. എൻ്റെ മോനെ, ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ആകെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ, നീ വേണേ കഴിച്ചാൽ മതി എന്ന് ചേച്ചി ഒരു തമാശ എന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് പുറത്ത് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. ചേച്ചി എന്തോ കണ്ടതുപോലെ പുറത്തേക്ക് ഇറങ്ങി ഓടി. ആശയിൽ കിടക്കുന്ന തുണി പറക്കാനായിരുന്നു. എന്തായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ചേച്ചിയുടെ തുണി മൊത്തം പകുതിയും നനഞ്ഞിരുന്നു. പിന്നീടുള്ള തുണികളും കാര്യങ്ങളൊക്കെ പറക്കാൻ സഹായിച്ചത് ഞാനായിരുന്നു. ഞാൻ പിന്നാലെ കൂടി തന്നെ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആരംഭിച്ചു. ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ അതൊന്നും എടുക്കണ്ട, നീ അവിടെ വെച്ചേരെ എന്ന് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, ഞാൻ എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ തുണിയും വാരിക്കൊണ്ട് വന്നു. പെട്ടെന്ന് അതിൽ നിന്നും ചേച്ചിയുടെ മാത്രമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി മാറ്റി വെച്ചു. കാരണം അതിൽ ചേച്ചിയുടെ മാത്രമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെയാണ് ഞാൻ വാരിക്കൊണ്ട് വന്നത്. കുറേയേറെ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി കഴിഞ്ഞ സമയത്ത് ചേച്ചി എന്നെ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. എടാ കുട്ടാ, ചേച്ചിക്ക് ഇതെല്ലാം ഒന്ന് മടക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചോട്ട് പറഞ്ഞു, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, പൊട്ടപ്പിന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ തുണി മൊത്തം വാരി കിടക്കുകയായിരുന്നു. ഞാൻ അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് എടുത്ത് മടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ചേച്ചി പറഞ്ഞു, അതൊന്നും മടക്കണം, നീ ഈ ചുരിദാറും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി തന്നാൽ മതി, ഇതിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ഞാനത് ചോദിച്ച സമയത്ത് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ആളുടെ ഡ്രസ്സ് ആൾ തന്നെ കഴുകുന്നത്, ഞാൻ കൊണ്ടുപോയി കഴുകാറോ പിടിക്കാറോ ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അല്ല, ആളുടെ ഡ്രസ്സ് കഴുകുകയാണെന്നുണ്ടെങ്കിലും ആളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണണ്ടല്ലേ, ഇപ്പം ആളുടെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. പെട്ടെന്ന് തന്നെ ചേച്ചി എനിക്കത് മറുപടി തന്നു, ആള് ശരിക്കും ഇവിടെ ഇല്ല, എന്തോ ടൂറോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ഫ്രണ്ട്സിനൊപ്പം പോയേക്കാണെന്നാണ് ചേച്ചിയുടെ ആ ഒരു മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏതായാലും പോയത് നന്നായി, അല്ലെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരുമാലായിരുന്നേനെ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങയുടെ ഒച്ച മാത്രമേ കേൾക്കാറുണ്ട്. ആളാണെന്നുണ്ടെങ്കിൽ ചില പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അതും എനിക്കറിയാവുന്നതാണ്. ഇതിപ്പം എന്തൊക്കെയായാലും കുറച്ച് സമയം ജനിച്ചിയായിട്ട് സംസാരിക്കാനും പറ്റി, പിന്നെ കുറച്ച് സമയം ക്രിക്കറ്റ് കളിക്കാൻ പറ്റി, അതൊക്കെ നടന്നല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് ജനിച്ചേൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നീ ഇത് കുറേ സമയമായിട്ട് ഇന്ന് ആലോചിക്കുന്നുണ്ടല്ലോ, എന്തോ ഇങ്ങനെ ആലോചിക്കുന്നത്? അല്ല, ചേച്ചിയായിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിക്കാൻ പറ്റില്ലോ, അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നീ നല്ല സംസാരപ്രിയനാണ്, ആണോ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് അടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അതെ അതെ, ഞാൻ സംസാരപ്രിയൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തിവെച്ചു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം ചെറിയ ചാറ്റലായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറച്ച് പെയ്യുകയാണ്. ആ സമയത്ത് ചേച്ചി എന്തൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മഴയുടെ ശബ്ദം കൊണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് നിൽക്കുകയാണ്. സമയം അപ്പോൾ 7 മണി 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതുവരെയും സമയം പോയത് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം എത്ര പെട്ടെന്നാണ് സമയം പോയത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറച്ച് സമയം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് കൂടെ നിന്നാലും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞാലും സമയം പോകുന്നത് നമുക്കറിയില്ല. അതേപോലെ ഒരാളായിരുന്നു ചേച്ചി എനിക്ക്. പെട്ടെന്ന് തന്നെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ കുട്ടാ, പുറത്ത് മഴയാണല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കണ്ണിൽ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്കൊന്ന് നോക്കി. അയ്യോ, ഇവിടെ ഫുള്ള് മഴയാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ചേട്ടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ പോകാനുണ്ടല്ലോ എന്ന് ഞാൻ ഒന്ന് പെറുപെറുത്തുകൊണ്ട് പറഞ്ഞു. അപ്പം തന്നെ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ കൂട്ടം വീട്ടിലൊന്നും പോണ്ട, ഇവിടെ സ്ഥലമുണ്ടല്ലോ, ഇവിടെ കിടന്നു എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് ആ ഒരു
കട്ടിൽ കാണിച്ചു തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കി, ചേട്ടാ നീ ഇപ്പം എങ്ങനെ പോവാ? പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കട്ടൻ ഇട്ട് തരാം. ഈ മഴയത്ത് നല്ല കട്ടൻ കുടിച്ച് അവിടെ മാറിയിരിക്കുന്ന ഒരു സുഖം ഒന്ന് വേറെ എൻ്റെ കുട്ട എന്ന് പറഞ്ഞ് ജനിച്ചേച്ചി നേരെ കട്ടൻ ഇടാൻ തുടങ്ങി. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊന്നും വേണ്ട, മഴ തോന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് പൊക്കോളാം. ഞാനത് പറയുന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, പൊട്ടച്ചെറുക്കൻ, ഒന്നും ആസ്വദിക്കാനുള്ള കഴിവില്ല എന്ന് തന്നെ ചേച്ചീൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാൻ ചേച്ചിയെ നോക്കി. ആ സമയത്ത് ആ മഴയും കട്ടനും ഒക്കെ അത് കുടിച്ച് ആസ്വദിക്കുന്ന കാര്യമാണ് ചേച്ചി പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ ചേച്ചീൻ്റെ കയ്യിലേക്ക് ആ ഒരു കട്ടൻ ചായ എടുത്ത് കയ്യിൽ തന്നു. ഇന്ന് ഇതും കുടിച്ചുകൊണ്ട് നീ അവിടെ പോയിരിക്കുക. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ഫീലാണ് കിട്ടുന്നതെന്ന് നിനക്ക് തന്നെ മനസ്സിലാവും. ജനിച്ചേച്ചി തന്ന ആ ഒരു കട്ടനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ നേരെ ആ ഒരു സൈഡിൽ പോയിരുന്നു. ഉമ്മറത്തെ സൈഡിലെ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. ആ ടൈമിലാണ് ജനിച്ചേച്ചി എനിക്കൊപ്പം ആ ഒരു ബെഞ്ചിൽ വന്നിരുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മഴയും കണ്ട് ആ ഒരു കട്ടനം കുടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മഴ ഇഷ്ടമാണോ? അത് ചോദിക്കുമ്പോൾ ഞാൻ മഴയൊന്ന് നോക്കി. ശേഷം ഞാൻ പറഞ്ഞു, മഴ ആർക്കാ ചേച്ചി ഇഷ്ടമല്ലാതെ? അപ്പം മഴയൊരു പ്രളയം പോലെ വന്നാലോ, അത് നിനക്ക് ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, മഴ അത്രയും കാഠിന്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം മഴ ഒരു സാവധാനം പെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഞാൻ പറഞ്ഞു, അതെ, എനിക്കിഷ്ടപ്പെടും. അപ്പം മഴയത്ത് ഒരു ചെറിയ ചൂട് കടം കിട്ടിയാലോ? ആ തണുപ്പത്ത് കിട്ടിക്കൊണ്ടിരുന്നാൽ അത്ര ഭംഗിയായിരിക്കും എന്ന് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അത് പൊള്ളിയല്ലേ ചേച്ചി, മഴയത്ത് ഒരു ചെറിയ കട്ടൻ കുടിച്ചിരിക്കുക എന്ന് വെച്ചാൽ അത് നല്ലൊരു ഭംഗിയുള്ള കാര്യമല്ലേ? പെട്ടെന്ന് അതുവരെയും വാതോര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജനിച്ചേച്ചി ഒന്ന് നിശബ്ദമായി. ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി. മഴയത്ത് എപ്പോഴും ചൂട് നല്ലതാണ് എൻ്റെ കുട്ടിയെ, അത് എനിക്ക് ഇപ്പം മനസ്സിലായില്ല, നീ കുട്ടിയാ, കുറെ കാലം കഴിയുന്ന സമയത്ത് നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ നീ കളിച്ചു നടക്കുന്ന പ്രായമല്ലേ, അപ്പോൾ മഴ എന്താണ് കട്ടൻ എന്താണ് അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ചേച്ചി എന്തോ ഒരു സാഹിത്യ ശബ്ദത്തിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ജനിച്ചേച്ചി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ട് നേരെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് ജനിച്ചേച്ചി എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണ് ആ മനസ്സിൽ വിചാരിച്ച കാര്യം എന്നെനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനും പതുക്കെ എഴുന്നേറ്റ് ജനിച്ചേച്ചിക്കൊപ്പം പോയി. എന്തായിരിക്കും ചേച്ചി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുക? ചേച്ചി മഴ അല്പം തുള്ളി മുറിഞ്ഞിട്ടുണ്ട്, ഞാനെന്നാ പോകട്ടെ എന്ന് ജനിച്ചേച്ചിയോട് ചോദിക്കുമ്പോൾ ജനിച്ചേച്ചി ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. പെട്ടെന്ന് ജനിച്ചേച്ചി എന്നെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിൽക്കാം, ഞാനിവിടെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല. ആ സമയത്ത് ഞാൻ ജനിച്ചേച്ചി അങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ചേച്ചി എന്തായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ചൂടായതുപോലെ ഇതുവരെയും വളരെ സൗമ്യമായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന കണക്ക് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി എന്താ പെട്ടെന്ന് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ജനിച്ചേച്ചി എൻ്റെ മുഖത്ത് നോക്കാതെ അങ്ങ് മുറിയിലേക്ക് നടന്നു പോയി. ആ സമയം തന്നെ ഞാൻ ജനിച്ചേക്കൊപ്പം മുറിയിലേക്ക് നടന്നു. എന്തായിരിക്കും ചേച്ചിയുടെ പിണക്കത്തിൻ്റെ കാര്യം? എന്തോ ചേച്ചിയുടെ മനസ്സിൽ അഗാധമായി തട്ടിയിട്ടുണ്ട്, അതെനിക്കെന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ജനിച്ചേച്ചി നടന്നെടുത്തിട്ട് അവിടേക്ക് തന്നെ ചെന്നു. ചേച്ചി എന്താണ് കാര്യം എന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം, ഇങ്ങനെ സംസാരിക്കാതെ പോരുത്. ഞാനത് പറയുമ്പോഴും ചേച്ചി മിണ്ടാതെ തന്നെ മൗനം പാലിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി ഒന്നും മിണ്ടാതെ ആ ഒരു ബാക്കിയുള്ള തുണികളെല്ലാം എന്തോ ധൃതിയിൽ മടക്കി വെക്കുന്ന പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ഞാൻ എന്നെങ്കിൽ ഇന്ന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഒരു ഭാവമില്ലായിരുന്നു. ഇപ്പോൾ അതല്ലേ ഈ പിണക്കുന്ന കാരണം എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എടാ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പോവാം, അത് നിൻ്റെ ഇഷ്ടമാണ്, ഞാനാരെയും പിടിച്ചു നിർത്തുന്നില്ല. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉണ്ണിച്ചേട്ടൻ ആളിവിടെ ഇല്ല.
ആളവിടെ പോയിരിക്കുകയാണ്. ചേച്ചിയും ഉണ്ണിച്ചേട്ടനുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ചേച്ചിയുടെ ഭാഗത്തും ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെ ആരുമില്ല. ചേച്ചിക്ക് സംസാരിക്കാനാണെങ്കിലും ഒന്ന് മിണ്ടാനാണെങ്കിലും ഒറ്റ മനുഷ്യന്മാർ പോലും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒറ്റപ്പെടുന്നെന്ന് ചേച്ചിക്ക് തന്നെ തോന്നി തുടങ്ങിക്കാണും. അപ്പോഴാണ് ഒരാശ്രയം എന്ന പോലെ ഞാൻ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ചേച്ചിക്കത് നന്നായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇത്രയും നേരം ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റി, പിന്നെ ചേച്ചിയായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റി. അതെല്ലാം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണല്ലോ ഈ ഒരു കാര്യവും. അപ്പം ഞാനിങ്ങനെ പോകുന്ന കാര്യം അത് ചേച്ചിക്ക് ചിലപ്പം ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മഴ നല്ല ഉറച്ച് പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്ന തോളത്തിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഇന്നിനി എന്തൊക്കെയാലും പോക്ക് നടക്കില്ല, ഞാൻ ഉറക്കെ പറഞ്ഞു. ചേച്ചി അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പം ഇവിടെ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം അതല്ലേ നല്ലത്. കുടയില്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയില്ല. ചേച്ചിയാണെങ്കിലും പിന്നെ വീട്ടുകാരുമായിട്ടും വളരെ നല്ല കമ്പനിയൊക്കെയാണ്. അതുകൊണ്ട് ആരും ഒന്നും പറയില്ല എന്നൊരു കാര്യം എനിക്ക് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടോട്ട് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകപ്പാടും മുഷിഞ്ഞിരുന്നു. കാരണം ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് അതെന്തെങ്കിലും മുഷിഞ്ഞു എന്നൊരു കാര്യം എനിക്ക് തന്നെ അറിയാമായിരുന്നു. പെട്ടെന്ന് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് വന്നോട് പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നേരെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷായിട്ട് വാ. ഉണ്ണിച്ചേട്ടൻ്റെ എന്തെങ്കിലും ലുങ്കിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കി വെക്കാം, അതെന്തെങ്കിലും ഉടുത്തിട്ട് കിടന്നാൽ മതി എന്ന് ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. ഞാൻ തന്നെ ആ സമയത്ത് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നു. അപ്പോൾ തന്നെ അവിടെ ഉടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. ഞാൻ കുളിച്ച് റെഡിയായി ആ ഒരു ധോത്തിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ശേഷം അവിടെ തന്നെയായിരുന്നു കുറച്ച് സമയം നിന്നത്. മുറിയിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ചേച്ചി എന്നിട്ട് ചോദിച്ചു, നിനക്കതെല്ലാം പാകാവുന്നില്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഇഷ്ടപ്പെടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാനിതൊന്നും കൊടുത്തിട്ടില്ല. വീട്ടിലാണെങ്കിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ അങ്ങനെ കിടക്കാറ്. അപ്പോൾ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇപ്പം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ അങ്ങനത്തെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്കത് പാകാവില്ല ചിക്ക, ഇതെടുത്താൽ മതി എന്ന് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അത് വിട്ടുകൊണ്ട് ഞാൻ ആ വീട്ടിലെല്ലാം നടക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ചേച്ചി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, നിനക്ക് ഈ മുണ്ടൊന്നും എടുക്കാൻ അറിയില്ല കുട്ടാ, ഇങ്ങനെ ഉരിഞ്ഞു കൊണ്ട് നടക്കുന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഉടുത്തത് റെഡിയായിട്ടില്ല എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. അപ്പം തന്നെ ചേച്ചി ഒരു ടവലെടുത്ത് ചേച്ചി എന്നെ ഉടുക്കുന്ന ആ ഒരു സ്റ്റൈല് കാണിച്ചു തന്നു. ആദ്യം ഇങ്ങനെ, അതിനുശേഷം ഇങ്ങനെ, അങ്ങനെയാണ് മുണ്ടെടുക്കേണ്ടത് എന്ന് ചേച്ചി കാണിച്ചു. ചേച്ചി എനിക്ക് തോന്നുന്നു സാരി ഉടുക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് മുണ്ടെടുത്ത ആ ഒരു കാര്യങ്ങൾ കാണിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ആ സമയത്ത് ചേച്ചി പറഞ്ഞനുസരിച്ച് ഞാൻ ഡ്രസ്സൊന്ന് മാറി കൊടുത്തു. അങ്ങനെ നേരെയൊന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നപ്പം ആ ഒരു ലുങ്കി എടുത്തുകൊണ്ട് വന്ന സമയത്തിന് ചേച്ചി അത് കണ്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ ഉഷാറായല്ലോ, ആൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ ടൈമിൽ ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം, അതല്ലേ നല്ലത് എന്നെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ചേച്ചി നമുക്ക് നോക്കാം, ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞു. ആ ടൈമിൽ തന്നെ ചേച്ചീനെ അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാനും ചേച്ചിയും കൂടെ അടുക്കളയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേച്ചിയും ഞാനും കൂടെ ചേച്ചിക്കായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടായിരുന്നു. ആ സന്തോഷം എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. ആ ഒരു സമയം, ആ ഒരു നിമിഷം ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നി. കാരണം ആരുമില്ലല്ലോ, ഇപ്പം എൻ്റെ സാന്നിധ്യം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ മനസ്സിലായി. ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിരുന്നു ഇത്. അപ്പോൾ ഇനി തേർഡ് പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം,
പിന്നെ കമൻറ്റിൽ തേർഡ് പാർട്ട് എന്ന് കമൻറ്റ് ചെയ്യാം. കഥകൾ ഇനിയും കേൾക്കാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക.